സീപ്ലെയിൻ പദ്ധതിക്കായി UDF 2014 എല്ലാ സജ്ജീകരണവും നടത്തിയിരുന്നുവെന്ന് കെ മുരളീധരൻ. എന്നാൽ അന്ന് LDF എതിർത്തു. വിവാദം വേണ്ട എന്ന് പറഞ്ഞ് ഉമ്മൻചാണ്ടി നിർത്തിവെച്ചു. ഇന്ന് LDF അത് പൊടി തട്ടിയെടുത്തുവെന്ന് കെ മുരളീധരൻ. തടസ്സപ്പെടുത്തിയവർ തന്നെ ഇപ്പോൾ നടപ്പാക്കിയിട്ട് ഞങ്ങളാണ് വികസനം കൊണ്ടുവന്നത് എന്ന് കൊട്ടിഘോഷിക്കുക. ഇത് സത്യത്തിൽ 11 കൊല്ലം മുമ്പ് വരേണ്ടതാണ്. ഞങ്ങൾ ഇതിനെ എതിർക്കാത്തതിൻ്റെ കാരണം ഞങ്ങൾ കൊണ്ടുവന്ന പദ്ധതിയാണ്. വെറും രാഷ്ട്രീയത്തിൻ്റെ കണ്ണുകൊണ്ട് ഞങ്ങൾ വികസനത്തിനെ നോക്കി കാണുന്നില്ല. അതുകൊണ്ടാണ് ഇന്ന് വേണമെങ്കിൽ ഒരു സമരമോ ബഹളമോ ഉണ്ടാക്കാനുള്ള കരുത്തൊക്കെ ഞങ്ങൾക്കുണ്ട്. ഞങ്ങളുടെ കുട്ടിയാണ് എന്നുള്ളത് കൊണ്ടാണ് ഞങ്ങളിപ്പോൾ അതിനെക്കുറിച്ച് പ്രതികരിക്കാം. സീപ്ലെയിൻ യാഥാർത്ഥ്യമാകുന്ന ഈ ഒരു ദിവസം അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പുറത്തിറക്കിയ ടൂറിസം വകുപ്പിൻ്റെ ഒരു ബ്രോഷറൊക്കെ വലിയ രീതിയിൽ സമൂഹ മാധ്യമങ്ങളിലൊക്കെ പങ്കുവയ്ക്കപ്പെടുന്നുണ്ട്. ഇന്ന് മുതൽ ലോകം കേരളത്തെ ഒരു പുതിയ തരത്തിൽ നോക്കിക്കാണും എന്ന് പറഞ്ഞുകൊണ്ടായിരുന്നു ആ ബ്രോഷർ. അത് ജൂൺ 2, 2013 കൊല്ലം അഷ്ടമുടി കായലിൽ സീപ്ലെയിൻ സർവീസ് തുടങ്ങുകയാണ് എന്ന് പറഞ്ഞുള്ളതാണ്. പിന്നീട് നമ്മൾ വിവാദങ്ങളൊക്കെ കണ്ടിരുന്നു. പന്ന്യൻ രവീന്ദ്രനൊക്കെ ആയിരുന്നു അന്ന് അതിന് നേതൃത്വവും കൊടുത്തത്.